കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്ത, അമേരിക്കയുടെ ഒരു ബോംബർ വിമാനം B-52 ഇത് തകർന്നു എന്നാണ്. ഏറ്റവും കൂടുതൽ ഫെസിലിറ്റിയൊക്കെയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ബോംബർ വിമാനമാണ്. ഇത് തകർന്നു എന്നൊരു വാർത്തയുണ്ട്. അത് അമേരിക്കയിൽ തന്നെ തകർന്നു എന്നല്ലേ വാർത്ത? അതെ. എന്താണ് അതിനെക്കുറിച്ച്? ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു വിമാന അപകടം എന്നതിലുപരി ഈ B-52 ബോംബർ വിമാനം തകർന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് അതിൻ്റെ ഗ്രാവിറ്റി ഇത്തിരി കൂടുതലാണ്. കാരണം ആ വിമാനത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് കാരണം. ഈ വിമാനം ഒരുപാട് കാലപ്പഴക്കം ചെന്നൊരു വിമാനമാണ്. 1952 നിർമ്മിച്ച് 1955 അമേരിക്കൻ സേനയുടെ ഭാഗമാക്കിയ ഒരു വിമാനമാണ്. അപ്പോൾ അവിടെ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ കാലപ്പഴക്കം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സാധനം ഒരു കാരണവശാലും പറക്കാൻ പറ്റുന്നൊരവസ്ഥയിലുള്ളതല്ല പൊതുവെ ചിന്തിച്ചാൽ. പക്ഷേ അമേരിക്ക അതിനെ ഓരോ കാലക്രമേണ അനുസരിച്ച് അറ്റകുറ്റപ്പണി നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ B-52 വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഒരു യുദ്ധവിമാനത്തെ ആയിട്ടാണ് ഈ B-52 ബോംബർ വിമാനത്തെ പറയുന്നത്. ലോകത്തെവിടെയും പറന്ന് ചെന്ന് ബോംബുകൾ ഇടാൻ പറ്റുന്ന ഒരു വിമാനം. അമേരിക്കയ്ക്ക് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ നിന്നും ഒരു ഭീഷണി ഉണ്ടായാലും അതിന്റെ ആകാശത്തേക്ക് പറന്ന് ചെന്നിട്ട് ബോംബിടാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ യാത്രാ വിമാനം അതിന്റെ അത്ര തന്നെ വലിപ്പവും എല്ലാം ഉള്ളൊരു വിമാനം തന്നെയാണിത്. അപ്പോൾ സാധാരണ ഒരു യാത്രാ വിമാനത്തിന് ഒരു 35,000 അടി ഉയരത്തിൽ പറക്കാമെങ്കിൽ ഈ വിമാനത്തിന് 50,000 അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കും. ഇനി പ്രശ്നം എന്താ വെച്ചാൽ ഈ വിമാനത്തിന്റെ അത് വാങ്ങിയപ്പോഴുള്ള അതിന്റെ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 700 കോടി രൂപയാണ് ആ സമയത്ത്. ബോയിങ് എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രശസ്തമായ വിമാന കമ്പനിയാണ് ആ വിമാനം നിർമ്മിച്ചത്. ഇനി ഈ വിമാനം 1 മണിക്കൂർ പ്രവർത്തിക്കാനായിട്ട് മാത്രം 58 ലക്ഷം രൂപ ചെലവുണ്ട്. അതിന്റെ കാരണം അതിശക്തമായ എഞ്ചിനുകൾ ആണിതിനുള്ളത്. കൂടാതെ ഇതിന് ഏതാണ്ട് ഇതിന്റെ വാഹക ശേഷി എന്ന് പറയുന്നത് 32,000 കിലോഗ്രാം ഭാരം ഇതിന് വഹിക്കാൻ പറ്റും. അപ്പം ഇത്രയും ഭാരവും വഹിച്ചുകൊണ്ട് 50,000 അടി ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ശക്തിയേറിയ എഞ്ചിനാണ് ഇതിന് വെച്ചേക്കുന്നത്. അപ്പം ഇതിൽ സാധാരണഗതിയിൽ ഒരു ബോംബർ വിമാനത്തിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത ബോംബുകൾ ഇതിൽ സൂക്ഷിക്കാൻ സാധിക്കും. കൂടാതെ 32ഓളം ആണവ ആയുധങ്ങൾ, അതായത് ന്യൂക്ലിയർ മിസൈലുകൾ വഹിക്കാനായിട്ട് സാധിക്കും. ഈ ബോംബുകൾ എന്ന് പറയുന്നവർ പണ്ട് കാലത്ത് 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആണവ ബോംബുണ്ടല്ലോ, അതേപോലുള്ള ബോംബുകൾ വേണമെങ്കിൽ അതും. കൂടാതെ ഇറാനിൽ ഈ ഫസ്റ്റ് യുദ്ധം നടന്നപ്പോൾ ഒരു ബങ്കർ ബസ്റ്റർ GBU എന്ന് പറയുന്ന ഒരു ബോംബുണ്ടായിരുന്നു. വലിയ ഭാരമുള്ള ബോംബാണ്. അപ്പോൾ അതൊക്കെ വഹിക്കാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു വിമാനമാണിത്, പടുകൂറ്റൻ വിമാനം. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിൻ്റെ നീളം 159 അടി നീളമുണ്ടാകും. ഇതിൻ്റെ ചിറകുകൾ വിടർത്തി നോക്കിയാൽ 185 അടി അതിൻ്റെ ചിറകുകൾക്ക് വീതി, ഉയരം 40 അടി ഉയരമുണ്ട്. സാധാരണഗതിയിൽ ഈ വിമാനം പറത്തുന്നത് 5 പേർ ചേർന്നിട്ടാണ്. ഒരു കമാൻഡർ, പിന്നെ ഒരു പൈലറ്റ്, ഒരു റഡാർ നാവിഗേറ്റർ, പിന്നെ ഒരു നാവിഗേറ്റർ, പിന്നെ ഇലക്ട്രിക് വാർഫെയർ ഓഫീസർ. ഇത്രയും പേരാണ് അതിലുണ്ടാവുക. കൂടാതെ ഈ അപകടം നടക്കുന്ന സമയത്ത് ബോയിങ് വിമാന കമ്പനിയുടെ 2 ഉദ്യോഗസ്ഥർ കൂടി അതിലുണ്ടായിരുന്നു. ഇതൊരു പരിശീലന പറക്കലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇത്രയും വലിയ ആയുധശേഷി ഉള്ളൊരു വിമാനമാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു യുദ്ധഭീഷണി ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ വിമാനത്തിൽ ആയുധങ്ങൾ നിറയ്ക്കുകയുള്ളൂ. മനസ്സിലായി? ഇനി ഒരു ആണവ ആയുധ ഭീഷണിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ വിമാനത്തിൽ ആണവായുധങ്ങൾ ഘടിപ്പിച്ച് ഈ വിമാനത്തിന്റെ എഞ്ചിൻ ഓണാക്കി ഇട്ടേക്കും. ഏത് നിമിഷവും പറന്നുയരാൻ സജ്ജമാക്കി നിർത്തിയേക്കുള്ളൂ. അങ്ങനെയുള്ളൊരു വിമാനമാണ്. ഇനി ഇതിന്റെ പരിശീലന പറക്കലിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഇത് ഇടയ്ക്ക് പരിശീലന പറക്കൽ നടത്തും. ആ സമയത്ത് പോലും ഡമ്മി ആയിട്ടുള്ള, അതായത് ആ വിമാനങ്ങളിൽ വഹിക്കുന്ന ആയുധങ്ങളുടെ അതേ പിന്നെ തൂക്കവും വലിപ്പവും ഒക്കെ ഉള്ള ഡമ്മി ആയുധങ്ങൾ നിറച്ചുകൊണ്ടാണ് ഈ വിമാനം പരിശീലന പറക്കൽ നടത്തുക. അപ്പൊ അങ്ങനെ ഇനി ഈ വിമാനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്.
സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് ഈ സീറ്റ് എജക്ഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടായാൽ പൈലറ്റുമാർക്ക് പാരച്യൂട്ട് വഴി പുറത്ത് ചാടാം, വിമാനത്തിന്റെ സീറ്റ് തെറിച്ചു പോകും. ഇതില് 2 ലെയറായിട്ടാണ് ഇതിലെ ജീവനക്കാർ ഉണ്ടാകുക, താഴത്തെ ലെയറും മേളിലത്തെ ലെയറും. ഈ മുകളിലത്തെ ലെയറിലുള്ളവർ ഈ വിമാനത്തിന്റെ മുകളിലോട്ടായിരിക്കും തെറിക്കുക, താഴത്തെ ലെയറിലുള്ളവർ നേരെ താഴോട്ടായിരിക്കും തെറിക്കുക. അപ്പോൾ ഈ വിമാനം താഴ്ന്നു പറക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ഈ താഴത്തോട്ട് തെറിക്കുന്നവർക്ക് ജീവഹാനി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ വിമാനം ഇവിടെ അപകടം ഉണ്ടായപ്പോൾ ഇത് കാലിഫോർണിയയിലെ എഡ്വാർഡ്സ് എയർഫോഴ്സ് ബേസിലാണ് ഈ അപകടം ഉണ്ടായത്. പറന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് പറന്നുയർന്ന ഉടനെയാണ് ഈ അപകടം സംഭവിച്ചത്. ഈ വിമാനത്തെക്കുറിച്ച്, ഈ അപകടത്തെക്കുറിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ജീവരക്ഷാ പ്രവർത്തനം നടത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അപകടമാണ് പറ്റിയത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. 8 പേര് വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരിച്ചു. അവരുടെ പേര് വിവരങ്ങളും മറ്റൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് എൻ്റെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വരുമായിരിക്കും. ഒരു രഹസ്യ സ്വഭാവമുള്ളത് കൂടിയാണ്. ഏതായാലും ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അമേരിക്ക. 30 ദിവസമെങ്കിലും, ഒരു ചെറിയ നാണക്കേടാണ്. അതെ, ഒരു 30 ദിവസമെങ്കിലും ഈ അന്വേഷണം പ്രാഥമിക റിപ്പോർട്ട് വരാനെടുക്കും. പരമാവധി 6 മാസത്തിനുള്ളിൽ ഈ വിവരങ്ങൾ, കുറച്ച് വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ഈ വിമാനത്തിന് അവര് അമേരിക്ക കൊടുക്കുന്ന കോഡ് വാക്ക് ദ ബഫ് എന്നാണ്, BUFF. ആ ബഫ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ചുരുക്കപ്പേരാണ്. മുഴുവൻ പേര് ബിഗ് അഗ്ലി ഫാറ്റ്, അതായത് വളരെ വൃത്തികെട്ട വണ്ണമുള്ള, ഈ പാഴുതടി എന്നൊക്കെ പറയില്ല, അതേപോലെ വൃത്തികെട്ട വണ്ണമുള്ള, അതായത് ഈ വിമാനം അത്രയ്ക്ക് ഭീമാകാരമായ ഒരു വിമാനമാണ്. ഇനി ഈ വിമാനത്തിന്റെ ഒരു പ്രത്യേകത, ഇത് പറന്ന് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതിൽ റീഫ്യൂവൽ ചെയ്യാം, ഇന്ധനം നിറയ്ക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനത്തിന് ലോകത്ത് എവിടെയും പറന്ന് എന്ന് ഈ വിമാനം ദൂരത്തിലൊക്കെ ആക്രമിക്കാൻ പറ്റുമെന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ 1955 മുതൽ അമേരിക്കൻ സേനയുടെ ഭാഗമാണ് ഈ വിമാനം. അപ്പൊ അന്ന് മുതൽ ഇന്നോളം, അതായത് വിയറ്റ്നാം യുദ്ധം, ഇറാഖ് യുദ്ധം, ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇറാനിലുള്ള യുദ്ധത്തിൽ പോലും ഈ വിമാനം പങ്കെടുത്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധകാലം ഉണ്ടായിരുന്നല്ലോ, അന്ന് ഏറ്റവും വലിയ സൈനിക ശക്തി സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അമേരിക്ക സോവിയറ്റ് യൂണിയനുമായിട്ടാണല്ലോ യുദ്ധം. അപ്പോൾ സോവിയറ്റ് യൂണിയന് ശക്തമായ ഒരു ഭീഷണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് ഈ വലിയ ബോംബർ വിമാനം അമേരിക്ക സൃഷ്ടിച്ചത്. അന്ന് ഏതാണ്ട് 776 ബോംബർ വിമാനം, ഈ B-52 ബോംബർ വിമാനങ്ങളാണ് നിർമ്മിച്ചത്. അതിലിപ്പോ 744 വിമാനങ്ങളാണ് നിർമ്മിച്ചത്. അതിലിപ്പോ 76 എണ്ണമാണ് സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ നിലവിലുള്ളത്. അപ്പോൾ പലതും കാലപ്പഴക്കം കൊണ്ട് അപകടങ്ങൾ പറ്റിയൊക്കെ പലതും ഉപേക്ഷിച്ചു. ആ 76 എണ്ണത്തിൽ 58 എണ്ണം സൈന്യത്തിന് എപ്പോ വേണേലും ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 18 എണ്ണം റിസർവ് വെച്ചേക്കുകയാണ്. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പകരം ഉപയോഗിക്കാൻ പറ്റും. ഇതുകൂടാതെ ഒരു 12 വിമാനങ്ങൾ കേടുപാടുകൾ വന്നും കാലപ്പഴക്കവും ചെന്നതും അമേരിക്കയുടെ അരിസോണ എന്ന് പറയുന്ന ഒരു മരുഭൂമിയുണ്ട്. അമേരിക്കയുടെ പഴയ യുദ്ധവിമാനങ്ങളൊക്കെ കൊണ്ട് ചുമ്മാ ഈ നമ്മുടെ അതെ നമ്മുടെ ഈ ആക്രിക്കടയിൽ തള്ളിയിടില്ല എന്ന് പറയുന്നത് പോലെ മരുഭൂമിയിൽ കൊണ്ട് തള്ളിയിട്ടേക്കാണ്. അപ്പൊ അതിന്റെ കാരണം ഈ ഉപ്പുകാറ്റ് അവിടെ ഉണ്ടാവില്ല. ഈ അന്തരീക്ഷം ചൂട് ഉള്ള അന്തരീക്ഷം ആയതുകൊണ്ട്, ഈർപ്പം ഇല്ലാത്തതുകൊണ്ട് അവിടെ കാലപ്പഴക്കം ഉണ്ടാകില്ല വിമാനങ്ങൾക്ക്. അതുകൊണ്ടാണ് ആ മരുഭൂമിയിൽ ഇതുകൊണ്ട് സൂക്ഷിക്കുന്നത്. ആ മരുഭൂമിയിൽ ഒരു 12ഓളം ഈ B-52 വിമാനങ്ങൾ ഇപ്പോഴും പഴയത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം, നിലവിലുള്ള വിമാനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റുകയോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ സ്പെയർ പാർട്സുകൾ വേണമല്ലോ. അപ്പൊ ഇതിലുള്ള സംഗതികളൊക്കെ ആയിരിക്കും അങ്ങോട്ട് ഉപയോഗിക്കുക. ഏതായാലും ഈ വിമാനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഏതാണ്ട് 700 കോടി രൂപയായിരുന്നു ആ വാങ്ങിയ സമയത്തെ ചെലവെങ്കിലും പിന്നീട് അത് ഇത്രയും കാലം വരെ അത് സംരക്ഷിച്ച് നിർത്തുന്നതിന് അമേരിക്ക അവരുടെ പൊതു ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധ ഫണ്ടിൽ നിന്ന് ചെലവാക്കിയ കോടികൾ കണക്കില്ലാത്തതാണ്. പിന്നെ ഈ പറയുന്ന വിമാനം പറന്ന് അന്തരീക്ഷത്തിൽ 1 മണിക്കൂർ ചെലവഴിക്കാൻ മാത്രം അതിന്റെ അതിശക്തമായ എഞ്ചിനുകളാണ്. അത് പ്രവർത്തിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ഇന്ധന ചെലവ് വേണ്ടി വരും. അതിന് മാത്രം 1 മണിക്കൂറിൽ 58 ലക്ഷം രൂപ ചെലവ് വരും. പക്ഷെ എന്നിരുന്നാലും ഈ വിമാനത്തെ ഉപേക്ഷിക്കാൻ അമേരിക്ക ഇപ്പോഴും തയ്യാറല്ല. ഈ വിമാനത്തിന്റെ ആയുസ് ഒരു 2050 വരെയെങ്കിലും നീട്ടിക്കിട്ടാനായിട്ടുള്ള പരിപാടികളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ ഇത് പ്രകാരം
ഈ വിമാനത്തിന് ചെയ്യാൻ പറ്റുന്ന ഏക പരിപാടി പഴയ എഞ്ചിനുകളൊക്കെ. ഇനി എത്ര വിമാനമുണ്ട് ഇതേപോലത്തെ? നിലവില് സർവീസിലുള്ളത് 76 58 കണ്ടീഷൻ റെഡിയായി നിൽക്കുന്നു. അതെ അതെ, ഇത്രയും കാലപ്പഴക്കമുള്ള വിമാനമാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നത് ആ വിമാനം അങ്ങനെ നിർത്തിക്കൊണ്ട് അതിന്റെ എഞ്ചിൻ പരിഷ്കരിക്കുക, പഴയ എഞ്ചിൻ മാറ്റിയിട്ട് പുതിയ എഞ്ചിൻ വെച്ചുവിട്ട് മാത്രമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 2050 ഇതിന്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം 4860 കോടി രൂപയുടെ പദ്ധതിയാണ് അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തകർന്നു വീണത് ചെറിയ പുള്ളിയല്ല. ഇത്രയും കാലപ്പഴക്കം കളയാനൊട്ട് താല്പര്യമില്ല. ഇത്രയും കാലപ്പഴക്കം ചെന്ന നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലേ? അതെ, ഇത്രയും കാലപ്പഴക്കം ചെന്ന ഇത്രയും വിനാശകാരിയായ കാര്യം. ഇന്ന് പണ്ടത്തെ കാലത്ത് ഈ നമ്മുടെ ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ വിമാനത്തിൽ കൊണ്ടുപോയി ബോംബിടുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ വിമാനം അവതരിപ്പിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പൊ ഈ വിമാനത്തിന്റെ ആവശ്യകത ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം ഇവിടെ ദൂരം പിന്നിട്ടൊക്കെ പോകും. അതെ, ഇത് വാസ്തവത്തിൽ യാത്രാ മധ്യേ തന്നെ ഇന്ധനം നിറയ്ക്കാൻ. വാസ്തവത്തിൽ ഇപ്പൊ ഈ വിമാനത്തെ ഇറക്കുന്നത് ഒരു ഭീഷണി ലൈനിലാണ്. ഇപ്പൊ ഇറാൻ യുദ്ധം ഉണ്ടായപ്പോൾ ഈ വിമാനം അവിടെയൊക്കെ പറന്ന് ചെന്നിരുന്നു. മനസ്സിലായി. അപ്പൊ വാസ്തവത്തിൽ ഇത് ആണവ വാഹക ശേഷിയുള്ളൊരു വിമാനം എന്ന രീതിയിൽ ഇതിനെ പേടിപ്പെടുത്തലാണ്. അത്രേ ഉള്ളൂ വാസ്തവത്തിൽ. ഈ വിമാനം കൊണ്ട് ആക്രമിക്കാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇതിനേക്കാൾ ഫലപ്രദമായിട്ട് ഒരു മിസൈൽ ഉപയോഗിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കും. എന്നിട്ടും അമേരിക്ക ഇതിന്റെ ഈ ഭീമാകാരമായ വലിപ്പവും ഇതിന്റെ പഴയകാല ചരിത്രവും ഒക്കെ വെച്ചിട്ട് മറ്റ് രാജ്യങ്ങളൊക്കെ ഒന്ന് വിരട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും കാശ് ചെലവിൽ ഈ വിമാനത്തെ അമേരിക്ക തീറ്റിപ്പോറ്റി കൊണ്ടുവന്നത്. അതിലൊരെണ്ണമാണ് തകർന്നു വീണത്, 8 പേരുടെ ജീവൻ നഷ്ടമായി. എന്നിരുന്നാലും അമേരിക്ക ഈ പരിപാടി നിർത്തുമെന്നും ഉള്ള വിചാരമൊന്നും വേണ്ട. 2050 വരെ അവശേഷിക്കുന്ന ഇപ്പോൾ 76 ഉള്ളതിൽ ഒരെണ്ണം തീർന്നു, 75 ഇനി ഉണ്ടാവും. അത് 2050 വരെയെങ്കിലും അമേരിക്ക തുടർന്നുകൊണ്ടേയിരിക്കും.